നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ആട്, തേക്ക്, മാഞ്ചിയം, മണി ചെയിൻ ഓൺലൈൻ മലയാളികൾ ചെന്ന് തലവെച്ച് കൊടുക്കാത്ത തട്ടിപ്പുകളില്ല. തട്ടിപ്പിൽ ചെന്ന് തലവെച്ച് കൊടുക്കുക, കയ്യിലെ പണം മുഴുവൻ തീർക്കുക, ഇതാണ് കഴിഞ്ഞ കുറേ കാലമായി മലയാളിയുടെ പൊതു സ്വഭാവം. ഇപ്പോൾ ഇതാ 1000 കോടി രൂപയോളം വരുന്ന വലിയൊരു തട്ടിപ്പിലും തലവെച്ച് കൊടുത്ത് നിരവധി മലയാളികളുടെ പോക്കറ്റ് കാലിയായി. പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്നു. വൻകിട കുത്തക കമ്പനികളുടെ സാമൂഹ്യ സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച് 1 ലക്ഷം രൂപയുടെ സ്കൂട്ടർ നിങ്ങൾക്ക് 25,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കും നൽകുന്നു. അതുകൊണ്ട് ആദ്യ ഗഡുവായ ഈ പണം അടച്ചാൽ 1 ലക്ഷം രൂപയുടെ സ്കൂട്ടർ നിങ്ങളുടെ കയ്യിലെത്തും. ഇതായിരുന്നു ഈ തട്ടിപ്പിൻ്റെ മോഡസ് ഓപ്പറാൻഡി അഥവാ പ്രവർത്തന രീതി. മൂവാറ്റുപുഴ സ്വദേശിയായ അനന്തു കൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ മൂവാറ്റുപുഴ സോഷ്യൽ എക്കണോമിക്കൽ ഫോറം എന്നോ മറ്റോ പേരുള്ള ഒരു കടലാസ് തട്ടിപ്പ് സംഘടന ഉണ്ടാക്കിയാണ് ഈ പണം നാട്ടുകാരുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയത്. ഏതാണ്ട് 14 ജില്ലകളിലും ഇത്തരം പണം നിരവധി ആളുകളിൽ നിന്നും ഇത്തരത്തിൽ പണം അനന്തു കൃഷ്ണൻ അടിച്ചു മാറ്റി. ഏതാണ്ട് 1000 കോടി രൂപ 1300 കോടി രൂപയോളം അടിച്ചു മാറ്റിയെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യമൊക്കെ കുറേ പേർക്ക് സ്കൂട്ടർ കൊടുത്തു, പിന്നീട് പണം അടയ്ക്കുന്നതല്ലാതെ സ്കൂട്ടർ കിട്ടുന്നില്ല. ഇങ്ങനെയാണ് ഓരോ ജില്ലയിൽ നിന്നും 100-150 ആൾക്കാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഏതാണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം 500ഓളം പരാതികൾ ഈ അനന്തു കൃഷ്ണനെതിരെ ഉണ്ടായി. അപ്പോഴാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തതും ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ പോലീസിന് കിട്ടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ ഫണ്ടൊന്നും കിട്ടുന്നില്ല. ഒരു തട്ടിപ്പ് കടലാസ് NGO പോലുള്ള സംഘടന ഉണ്ടാക്കി ആളുകളിൽ നിന്നും പണം പിരിച്ച് ആദ്യം പണം പിരിക്കുന്നവർക്ക് ആ കാശ് ഉപയോഗിച്ച് കുറച്ച് സ്കൂട്ടറുകൾ കൊടുക്കും. കാരണം 100 പേരിൽ നിന്നും 25,000 രൂപ വെച്ച് കളക്ട് ചെയ്തിട്ട് ആദ്യത്തെ 25 പേർക്ക് സ്കൂട്ടർ കൊടുക്കും. ഇത്തരത്തിലുള്ള തട്ടിപ്പായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പേർക്ക് വിശ്വാസ്യത ഉണ്ടാകും. ഈ വിശ്വാസ്യത ഉപയോഗിച്ച് കൂടുതൽ പണം വാങ്ങുകയും 100 പേരിൽ നിന്ന് വാങ്ങുന്ന പണം 25 പേർക്ക് സ്കൂട്ടറുകളായിട്ട് നൽകുകയും ബാക്കി പൈസ അടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു പരമ്പരാഗതത്തിൽ നിന്ന് വിഭിന്നമായ ഒരു തട്ടിപ്പ് രീതിയാണ് അത്രേ അനന്തു കൃഷ്ണൻ അവലംബിച്ചത്. എന്നാൽ ഈ 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്താൻ ഈ അനന്തു കൃഷ്ണൻ എന്ന 26-കാരന് എങ്ങനെ ധൈര്യം കിട്ടി? ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയക്കാരുൾപ്പെടെ, മുൻ ന്യായാധിപരുൾപ്പെടെ, പ്രമുഖ അഭിഭാഷകരുൾപ്പെടെയുള്ള ചിലരൊക്കെ ഈ തട്ടിപ്പിൻ്റെ ബില്ലിൽ അറിഞ്ഞോ അറിയാതെയോ തലവെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇയാൾ പിരിച്ച 1000 കോടി രൂപയിൽ കേവലം 4 കോടി രൂപ മാത്രമേ ഈ അനന്തു കൃഷ്ണൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ളൂ. ബാക്കിയുള്ള തുകയെല്ലാം കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിലെ വിദേശ ബാങ്കുകളിലേക്ക് പോയി എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വിദേശ മലയാളികളുടെ ബാങ്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഈ അനന്തു കൃഷ്ണന് പിന്നിൽ കളിച്ചത്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരമനുസരിച്ച് കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ, അതായത് BJPയുടെ ചില ഉന്നത നേതാക്കൾ ഈ തട്ടിപ്പിന് പിന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അത് പോലീസ് അവരുടെ പേര് വിവരങ്ങളോ ഒന്നും പുറത്തുവിടുന്നില്ലെങ്കിലും ചില ഊഹാപോഹങ്ങൾ പോലീസ് മാധ്യമങ്ങൾക്കും മറ്റും നൽകുന്നുണ്ട്. ചില പ്രമുഖ BJP നേതാക്കളുടെ പേരുകളും ഇതുമായി ചേർന്ന് കേൾക്കുന്നുണ്ട്. അത്തരം BJP നേതാക്കളുടെ കാർമ്മികത്വത്തിൽ അവരാണ് യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് അനന്തു കൃഷ്ണനെ മുന്നിൽ വെച്ച് നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ. എന്നാൽ ഈ BJP നേതാക്കളെ അറസ്റ്റ് ചെയ്യാനോ അവരെ ചോദ്യം ചെയ്യാനോ ഒന്നും തയ്യാറായിട്ടില്ല. പക്ഷേ 1000 കോടി രൂപ കളക്ട് ചെയ്തിട്ടും 1000 കോടി രൂപ തട്ടിപ്പിലൂടെ ശേഖരിച്ചിട്ടും ആ പണമെല്ലാം എവിടെ പോയി? കേവലം 4 കോടി രൂപ മാത്രമേ അനന്തു കൃഷ്ണൻ്റെ അക്കൗണ്ടിലുള്ളൂ. ബാക്കിയുള്ള പണം എവിടെ പോയി? 100 കണക്കിന് കോടി രൂപ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് പോലീസ് ഉത്തരം കണ്ടെത്താതെ വിഷമിക്കുകയാണ്. അത് കേന്ദ്ര ഏജൻസികൾ ആരെങ്കിലും അന്വേഷിച്ചാൽ മാത്രമേ ആ പണം എവിടെ പോയി എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഈ അനന്തു കൃഷ്ണൻ എന്നുള്ള ചെറുപ്പക്കാരൻ മാത്രമല്ല, ചില വലിയ താപ്പാനകൾ, കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെയൊക്കെ ചില വലിയ താപ്പാനകൾ ഈ തട്ടിപ്പിന് പിന്നിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു സംശയവുമില്ല. പക്ഷേ ആ പേരുകൾ പുറത്തുവിടാൻ പോലീസിനും ഭയമാണ്. അതറിയാവുന്ന തട്ടിപ്പിൻ്റെതായ ചിലർക്ക് അതറിയാമെങ്കിലും അവർക്കും ഭയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര ഏജൻസികൾ വരുമെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും 994 കോടി രൂപയോളം കേരളത്തിന് വെളിയിലേക്ക് പോയി. കേവലം 5-6 കോടി രൂപ മാത്രമാണ് ഈ ചെറുപ്പക്കാരൻ്റെ അക്കൗണ്ടിൽ ഉള്ളത് എന്ന് പോലീസ് വ്യക്തമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരായിരിക്കും ഈ തട്ടിപ്പിന് പിന്നിലുള്ളത്? അവരെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.